നിങ്ങൾ അറിയണമെങ്കിൽ അനുഭവം ദൈവിക ജ്ഞാനം കിട്ടണം. ദൈവിക ജ്ഞാനത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾക്ക് ജ്ഞാനമില്ല. ദേ ഡോണ്ട് ഹാവ് വിസ്ഡം. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ആ വിസ്ഡം എന്നുള്ള ദൈവം തരുന്ന ജ്ഞാനമാണ്. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന ദൈവം നൽകുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ കുറവ് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേകത്തിൽ അത് ബാധിക്കാതെ. ഇപ്പം ജ്ഞാനത്തെക്കുറിച്ച് അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്കറിയാം വചനം പറയുന്നുണ്ട്, ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വചനങ്ങൾ പറയും, ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളതുപോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പം ജ്ഞാനം എന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണത്, ദൈവം തന്നെയാണത്, ദൈവത്തിൻ്റെ അറിവിൻ്റെ തലമാണ്, ദൈവ സ്വഭാവമാണത്. എല്ലാ കൃപകളും ഇരിക്കുന്ന ജ്ഞാനത്തിലാണ്. ഇപ്പോൾ പൈശാചികതയിൽ ബഹിഷ്കരിക്കുന്നൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്ത് കഴിവാണ് വേണ്ടത്, ഏത് വരമാണ് വെച്ചാൽ ഒരു വരം മതി, ജ്ഞാനമാണ് വേണ്ടത്, തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും. അത് നമുക്കറിയാം. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിൽ നിന്ന് പ്രവാചകന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഏറ്റവും വലിയ കഴിവ് തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവുമാണ്. അപ്പം അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൽ 9, 10 വചനത്തിൽ ഈ ജ്ഞാനം എഴുതുന്ന വ്യക്തി, ഗ്രന്ഥകാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, അങ്ങയുടെ പ്രവർത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാകുകയും ചെയ്ത് അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്തു വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണം. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. ഈശോയിൽക്കാണ് ജ്ഞാനത്തിൻ്റെ. അതാണ് അവൻ ജ്ഞാനത്തിലും അറിവിലും അവന് വളരുന്ന ഈശോയെ നമ്മൾ കാണാൻ പറ്റും. അതാണ് ലൂക്ക 2, 51, 52 വചനം വായിക്കുമ്പോൾ ഈശോയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അവൻ ജ്ഞാനത്തിൽ വളരുക, ദൈവിക ജ്ഞാനമുണ്ട്. അപ്പോൾ സത്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവ്, അതിനകത്ത് സംശയമോ കൺഫ്യൂഷൻസോ ഇല്ല. അപ്പം ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ വ്യാപരിക്കണം എന്നുള്ളതാണ് നമ്മളിത് കൂടുതലായിട്ട് ധ്യാനിക്കാൻ പോകുന്ന വിഷയം. അപ്പം ജ്ഞാനത്തെക്കുറിച്ച് ഈ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗം 8-ാം അധ്യായം അത് വായിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ജ്ഞാനെപ്പോൾ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു, പരുഷഭാവത്തെ അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശപഥമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്. അപ്പോൾ അവിടേക്ക് ജ്ഞാനത്തെക്കുറിച്ച് പറയണം. അടുത്ത് വീണ്ടും 5-ാമത്തെ വചനം പറഞ്ഞ് 8:5 കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവം ഉണ്ടാകുകയില്ല. ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിൽ അടിമപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവൻ അജ്ഞാതമാണ്. അതെങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? യുദ്ധസേവനത്തിൽ നിന്ന് വിടുതലില്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴിലുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത്. അടുത്ത ജ്ഞാനത്തെക്കുറിച്ച് പറയും. ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ശവസംസ്കാരത്തെക്കുറിച്ച് പറയാണ് ഈ ജ്ഞാനം പറയാം. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണവർ. ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു. ഇതും മിഥ്യ തന്നെ. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. ബൈബിളിലൊരു ജ്ഞാനത്തിൻ്റെ വാക്കാണ്. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തനെല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പം ഏറ്റവും ശുഭമാകുന്നത്, ഏറ്റവും അവസാനം നന്മയായി മാറുന്നത് ദൈവഭക്തന് മാത്രമായിരിക്കും. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. നീചന് നന്മ കൈവരുകയില്ല.
ജീവിത നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. ഈ ബൈബിൾ മുഴുവൻ പറയും ജ്ഞാനം കിട്ടാൻ. അപ്പോൾ ദൈവം തൻ്റെ ജ്ഞാനത്തെ, തൻ്റെ അറിവിനെ, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവഭക്തിയാണ് പറയും. അതാണ് പറയും, അതുപോലെ പറയും ദൈവഭയം എന്നൊക്കെ പറയും. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയും. അപ്പോൾ ആ ദൈവഭയം എന്നൊരു പുണ്യം നിൽക്കുകയാണ്. അപ്പോൾ ദൈവബന്ധത്തിൽ നിൽക്കുകയാണ്. അത് പഴയ നിമിത്തം ജോസഫിലൊക്കെ ആ ഒരു ദൈവഭയത്തിൻ്റെ ആത്മാവുണ്ട്. ആ ദൈവഭയമുള്ളപ്പോൾ ദൈവഭയം അവന് കൊടുക്കുന്നത്, ആ പാപം ചെയ്യരുത്, നീ വിശുദ്ധി ജീവിക്കണം, നീ പാപം പേടിക്കേണ്ട, ദൈവം നിൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടുമ്പോൾ അവന് പേടിയില്ല. ജ്ഞാനിക്ക് ഒരിക്കലും ഭയമില്ല. കാരണം അവനെ എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നുവെന്ന് അവന് വ്യക്തമായി അറിയാം. അവിടെ വീണ്ടും വചനം പറയുകയാണ്, നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവം ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ളൊരു മിഥ്യയാണ്. ഇതും മിഥ്യയാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവനല്ല, അത് വേറെ ഭാഗ്യം. ഇതൊക്കെ അവർ പറയും, ഇത് സൂര്യന് കീഴെ ദൈവം അവൻ നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങൾ അവനെ തുണയ്ക്കും. അതിനുശേഷം പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ജ്ഞാനത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു നിന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാക്കൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ജ്ഞാനത്തിലൂടെ പറയുന്ന മറ്റൊരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ പറയും, എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഉരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കും. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. അപ്പം ഈ സഹനത്തിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടും. അപ്പോൾ ശരിക്കും സുവിശേഷ വലിയ ഡെലിവറി ശുശ്രൂഷകളൊക്കെ നമ്മൾ നയിക്കേണ്ടത്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ എങ്കിൽ ഡിസേൺമെൻ്റ് ഒക്കെ ആണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ പറ്റും. ഈ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, വിവേചന വരം. ഈ വിവേചന വരം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. പരിശുദ്ധ നമുക്ക് തരുന്ന ഏറ്റവും വലിയ കൃപകൾ. 1 കൊരിന്ത്യസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വചനം ജ്ഞാനത്തെക്കുറിച്ച് പറയും. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും പകരും. അപ്പോൾ ഇതിപ്പോഴും ജ്ഞാനത്തിന് വേണ്ടി പറയാം, ദൈവിക ജ്ഞാനം. അന്നേരം ഭയങ്കര ആനന്ദമാണ് നമുക്ക്. കാരണം നമ്മൾ ശരിയെന്ന് ചിലപ്പോൾ നമ്മൾ അപ്പോൾ ജ്ഞാനം വരുമ്പോൾ നമ്മൾ ശരിയെന്ന് അല്ലെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളും വിടും. തിന്മയുടെ പരിണതഫലം നമുക്ക് മനസ്സിലാവും. നന്മയുടെ മാർഗ്ഗങ്ങൾ നമുക്ക് മനസ്സിലാവും. സത്യദൈവം ആരാണെന്ന് മനസ്സിലാവും. ഈശോ ഏകരക്ഷകനാണെന്ന് മനസ്സിലാവും. ഈശോയിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ജ്ഞാനം കിട്ടും. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക. അപ്പോൾ ഏറ്റവും വലിയ വരവാണ് ജ്ഞാനം. അതിന് മുകളിലേക്ക് ഒന്നുമില്ല. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് നിൽക്കും. അതിവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ 1 കൊരിന്ത്യസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവിന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. രോഗശാന്തിക്കുള്ള വരം ആ പരിശുദ്ധാത്മാവ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോൾ നന്മ ചെയ്യുമ്പോൾ പൗലോസിലേക്ക് ഈ ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിസേൺമെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു സ്പിരിറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാകും. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരും നന്മയെന്ന് പറയുന്ന ഒന്ന് അതിൽ ബന്ധനമാണ് എങ്കിൽ ആ ജ്ഞാനത്തിലുള്ള മാത്രമേ കാണും. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അറിവിൻ്റെ ഒരു കൃപയാണ്. അത് ഭയങ്കര കൃപയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 16, 17, 18 പൗലോസിലേക്ക് ഈ ജ്ഞാനമുണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കി. പൗലോസിനെയും കൂടെയുള്ളവരെ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഇത് അത്യുന്നതന്റെ ദാസരാണ്, ഇവർ സത്യത്തിൻ്റെ മാർഗം പറയുന്നു, അവരെ കേൾക്കുക എന്നൊക്കെ ഈ തിന്മയുടെ ശക്തി പറയുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പൗലോസ്ലീഹായെ ഭയങ്കര അസ്വസ്ഥതപ്പെടുത്തി. പൗലോസ് തിരിഞ്ഞ് അതിൻ്റെ ആത്മാവിനോട് അതിന് വിട്ടുപോകണ്ട. അത് പൈശാചിക അരൂപിയാണെന്ന്, ദർശനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അത് ദുഷ്ടപിശാചിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ദൈവിക ജ്ഞാനമുണ്ടെങ്കിലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഡെലിവർ അതിന് ആ തിന്മയുടെ ശക്തി ആ വ്യക്തിയിൽ നിന്ന് മാറ്റും. അപ്പോൾ ചില കുടുംബങ്ങൾ തകരുന്നു, അപ്പോൾ ചില വ്യക്തികൾ തകരുന്നു. അപ്പോൾ അത് ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്, ജ്ഞാനത്തിൻ്റെ ഒരു ആത്മാവ്. അത് കിട്ടുക. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം മനസ്സിലാക്കാം. പലർക്കും പ്രോബ്ലം അറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ എവിടേക്കും തീരുമാനമെല്ലാം ശരിയാണെന്നോ വിചാരം, ചില നേട്ടം അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അതിൽ ദൈവിക ജ്ഞാനമില്ല. അപ്പോൾ ദൈവിക ജ്ഞാനം ഉണ്ടാകണം. അതാണ് നമുക്ക് ആവശ്യം ഉണ്ടാകേണ്ടത്.
വീണ്ടും വചനം പറയുക, ഒരേ ആത്മാവിന് ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവ് നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കൾ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാ വരവും, വേറൊരുവന് വ്യാഖ്യാനത്തിലുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ യൂറോപ്പിലിരുന്ന ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കണ്ടത് ഒരു പൈശാചിക ബന്ധനമുള്ള ഒരു മകൾ എൻ്റെ അടുത്ത് വന്നു. ഒരുപാട് ബന്ധനമുണ്ട്. അപ്പം മകളും മകളുടെ അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ 2-3 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് പരിശോധന പറഞ്ഞു, ഇയാൾക്ക് ഉപദേശം എനിക്ക് ഡെലിവറൻസ് പറയാറ്, വേറെ ഒന്നും ചെയ്യണോ? അപ്പം ഞാൻ ഈ ആളുടെ തലേക്ക് ജിസയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു പറഞ്ഞു. ഈ വ്യക്തിയുടെ ദേഹത്ത് നിന്ന് ഒരു തിന്മയുടെ ശക്തി അങ്ങ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ആകെ ഒരു അത്ഭുതപ്പെട്ടു, ഭയങ്കരമായിട്ട് അത്ഭുതം കണച്ചൊരു. ആ സമയത്ത് ഈ വ്യക്തിയുടെ രോഗശാന്തി ഉണ്ടാകുന്നു, എൻ്റെ വിധത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു, ഒരു എല്ലാം മാറിയാലോ ഭയങ്കര സമാധാനത്തോടെ വളരെ ഹാപ്പിയോടെ എൻ്റെ അടുത്ത് പോയി. അപ്പോൾ അതുപോലെ തന്നെ ഒരു അപ്പനും അമ്മയും കൂടി തങ്ങളുടെ 2 മക്കളെയും കൂട്ടിക്കൊണ്ടായിരുന്നു. ആ ഒരു കൊച്ചു വയ്യാത്തൊരു കുട്ടിയാണ്, രോഗിയായ ജന്മനാൾ കുറേ വൈകല്യങ്ങളുള്ള കുട്ടിയാണ്. അപ്പോൾ അത് അസ്വസ്ഥത. അപ്പോൾ അതൊരു അമ്മയെ പെടും. അപ്പം പരിശുദ്ധാത്മാവിനോട് വന്നമാണ് പറഞ്ഞു, ജ്ഞാനത്തിനോട് പറഞ്ഞു അതിനകത്ത് ബന്ധനമുള്ളത് ആ അമ്മയ്ക്ക് മാത്രം, അതിന് പൈശാചിക ബന്ധനമുണ്ട്, ഒരു നെഗറ്റീവ് സ്പിരിറ്റാണ്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കൈ തൊടുന്നതിന് മുമ്പ് നമുക്ക് തെറിച്ചങ്ങ് പോയി, അതിന് ഭിത്തിക്കിട്ട് പോയി ഇടിച്ചു പോയി. ഞാൻ പേടിച്ചു പോയി. എൻ്റെ കൂടെ ആ സമയത്ത് ശുശ്രൂഷകളുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ വിളിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇതങ്ങോട്ട് ബന്ധനം ഒഴിഞ്ഞു. അപ്പം ഇതിന് ശേഷം ആ രോഗിയായ കുട്ടിയുടെ തലേക്ക് വെച്ച്, വയ്യാത്ത കുട്ടിയുടെ തലേക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിപ്പം ഇതേ അനുഭവം ആ കുട്ടിയിലുണ്ട്, ആ കുട്ടിക്കുണ്ടല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഡെലിവറൻസ് കിട്ടിക്കഴിയുമ്പോൾ ഹീലിങ്ങും സൗഖ്യവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മോന് കിട്ടുന്നു, 2 മക്കൾക്കും കിട്ടുന്നു, ഭർത്താവിനും കിട്ടുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് കാണിച്ചത്, അപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്. അപ്പോൾ ഇത് ജ്ഞാനം നഷ്ടപ്പെട്ടു, ഒത്തിരി പേർക്ക് ജ്ഞാനമില്ല. അതുകൊണ്ടാണ് അവരുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളെല്ലാം തെറ്റിപ്പോയി. അതെല്ലാം നല്ല കാര്യം നോക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, അവസാനം അത് മുഴുവൻ തന്നെ തിരിച്ചടിക്കും. ചെറുക്ക് തീരുമാനങ്ങൾ വലിയ കാര്യമെന്ന് നമ്മൾ ചെയ്യും, പക്ഷെ കുറച്ചും അത് മുഴുവൻ തന്നെ അവരുടെ തലയ്ക്ക് തന്നെ തിരിച്ചടിക്കും. കാരണം മറ്റൊന്നുമല്ല, അത് കൃപയല്ല പ്രവർത്തിക്കുന്നത്, സ്വന്തം ബുദ്ധിയും അത് മാത്രമുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കണം. ദൈവിക അതാണ് പരിശുദ്ധ രാത്രികാലങ്ങളൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണും ദൈവിക ജ്ഞാനം കിട്ടുന്നത്, പ്രാർത്ഥനയില്ലാത്ത നമുക്ക് ജ്ഞാനം കിട്ടും. അതുപോലെ വിശുദ്ധി പാലിക്കണം. അതാണ് റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായം 1-2-3 വചനം പറയുമല്ലോ, ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് അപേക്ഷിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അവിടെ വിശുദ്ധിയെക്കുറിച്ച് പറയാം. അതിനുശേഷം പറയാണ്, അപ്പോൾ നല്ലതും ഭീതിജനകവും അല്ലെ നല്ലതും ദൈവഹിതപ്രകാരമുള്ളതും വിവേചിച്ചറിയാൻ നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ട് നമുക്ക് കൃപ കിട്ടണം. വിശുദ്ധി പാലിക്കുന്നത് ജ്ഞാനമാണത്, ദൈവിക ജ്ഞാനം. ദൈവത്തിൻ്റെ ശരിയായ മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ ജീവിതം വേണം. വിശുദ്ധിക്കെതിരെ പാപം ചെയ്യരുത്. വിശുദ്ധിയെ കൂടുതൽ നമ്മൾ സ്നേഹിച്ച് വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ടാണ് ഈ ഗലാത്യ ലേഖനത്തിൻ്റെ 5:16-17 പറയും, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കും, ജഡമോഹങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ ജഡമോഹങ്ങൾ ഇപ്പോഴും വിശന്നെങ്കിൽ വരുന്നൊരു സംഭവം, മൃഗം പോലെ ജഡമോഹങ്ങൾ, ഭക്ഷണം അല്ല അശുദ്ധി അല്ല പണം സ്ഥാനമാനം, ഇതൊക്കെ ജഡത്തിൻ്റെ മോഹങ്ങൾ. പേര്, അധികാരം, കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ജഡമോഹങ്ങളാണ്. ഈ ജഡമോഹങ്ങളൊക്കെ കയറിപ്പോഴും. അപ്പം ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഇപ്പം ജ്ഞാനമുള്ളവന് ഇതിൻ്റെ പിന്നാലെ പോകില്ല, അവനെ കൃപയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ. അപ്പോൾ അത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിൻ്റെ എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇപ്പോൾ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പൗലോസ്യരുടെ ഈ വചനങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവിക ജ്ഞാനമാണ്, അതൊക്കെ കറക്റ്റാണ്, അത് തെറ്റിപ്പോകില്ല, അത് ദയവിടെ സംഭവിക്കും. കാരണം ദൈവിക ജ്ഞാനം പൂർണ്ണതയുള്ള വാക്കുകളാണ്. അതാണ് പരിശുദ്ധം, അത് കറക്റ്റാണ് കാര്യം, അതിനകത്ത് ചോദ്യമൊന്നുമില്ല. അതുകൊണ്ട് വിശുദ്ധി പാലിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു ശരിക്കും ദൈവിക ജ്ഞാനത്തിലേക്ക് വളർത്തണം. ആ വ്യക്തിക്ക് വളർച്ച കിട്ടാൻ വേണ്ടിയാണ്, ആത്മാവിൻ്റെ വളർച്ച, ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ധാരാളമായി ലഭിക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. വീണ്ടും 1 കൊരിന്ത്യസിൻ്റെ 12-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ഈ ജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ. അത് 10 മുതൽ പറയും, ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തി. 1 കൊരിന്ത്യസിൻ്റെ 12:10 ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കൾ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാ വരവും, വേറൊരുവന് വ്യാഖ്യാനത്തിൻ്റെ വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്, അപ്പോൾ ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞ പരിശുദ്ധ അമ്മയിലൊക്കെ ദൈവിക ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ടാണ് അവളെ പിശാചിന് പൂട്ടാൻ പറ്റത്തില്ല.
ജ്ഞാനമുള്ള കൊണ്ട് നമ്മൾ നിശബ്ദത പാലിക്കുന്നത്. അവൾക്കതെങ്ങനെ കൃപ കൊണ്ടുപോകാൻ, കൃപ എങ്ങനെ സൂക്ഷിക്കാൻ അറിയാം. കൃപ സൂക്ഷിക്കണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനമില്ലാത്തൊരു വ്യക്തി കൃപ ഒരിക്കലും സൂക്ഷിക്കാം. കൃപ പോവും. എന്ത് കിട്ടിയാലും പോവും. എൻ്റെ അനോന്യം കിട്ടിയാലും പോവും. കൃപ കിട്ടി എന്ത് അനോന്യം കിട്ടിയാലും പോകും. കാരണം ജ്ഞാനമില്ല. ശരിക്കും നമ്മൾ പരിശുദ്ധമോ ജ്ഞാനം തരണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. കാരണം ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പറയും, എപ്പോഴും തന്നെ നമ്മൾ ആ ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും വായിച്ച് അത് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് അതിൽ നിലനിൽക്കാൻ പറ്റുക. അതുകൊണ്ടാണ് പൗലോസ് ഈ വരദാനങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഈ അവസാനം പറയും 1 കൊരിന്തോസിൻ്റെ 14:37, 38, 39, പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവർ അവൻ അംഗീകരിക്കണം. ആരെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ അംഗീകരിക്കപ്പെടുകയില്ല. ഈ പൗലോസിലൊക്കെ വരദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തൊരു വ്യക്തതയാണ്. കാരണം അത് കറക്റ്റാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ദൈവിക ജ്ഞാനം കിട്ടുമ്പോൾ ഒരുത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ദൈവിക ബോധ്യം കിട്ടുക. ഇതാണ് 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാവും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. അതാണ് ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായിട്ട് അറിയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. അത് സ്നേഹമാണ് സർവോത്കൃഷ്ടം. അവിടെ സ്നേഹത്തെക്കുറിച്ച് ജ്ഞാനത്തിലൂടെ പറയുക, സ്നേഹമാണ് സർവോത്കൃഷ്ടം. ദൈവിക ജ്ഞാനത്തിൽ പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവിക ജ്ഞാനം കിട്ടണം. അപ്പോൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, എങ്ങനെ സംസാരിക്കണം, ആരോട് എന്ത് ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറാം, എങ്ങനെ കൃപയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈശോ പരിശുദ്ധ അമ്മയ്ക്കും യോസേപ്പിതാനും ഉണ്ണുവിശയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനറിയാം. അപ്പോൾ ദൈവസ്വരം കേട്ടിട്ട് അതിനോട് നന്നായിട്ട് പ്രതികരിക്കാൻ അറിയാം. അപ്പോൾ അവർക്ക് ഒരിക്കലും ദൈവിക ജ്ഞാനത്തെ കാരണം ദൈവധ്യാനം ഉണ്ടാകാൻ കാരണം ഇതാണ്. ദൈവഭക്തിയുള്ളവർ, അവർക്ക് അഴമേറിയ ദൈവവിശ്വാസവും ദൈവസ്നേഹവും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിൽപ്പുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വചനം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്ന അവളല്ലാതെ ആരാണ്? നീതിയെ സ്നേഹിക്കുന്നവൻ അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. ഇവിടെ കാണും ചില പറയും ഈ ജ്ഞാനം പരിശുദ്ധ അമ്മയായെന്നൊക്കെ പറയും. പരിശുദ്ധ അമ്മയിൽ ദൈവിക ജ്ഞാനമുണ്ട്. ഇതൊരു പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനമാണിത്. അത് നമുക്ക് കിട്ടുന്ന സംഭവമാണ്. അപ്പം ജ്ഞാനത്തിൽ നമുക്കെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊരു കൃപ കൊണ്ട് ദൈവത്തിൻ്റെ അത് അതിനുശേഷം വീണ്ടും വചനം പറയുന്നുണ്ട്. 7-ാമത്തെ വചനം, ജ്ഞാനം 8-ന്റെ 7, 9, 7, 8 വചനങ്ങൾ. ജ്ഞാനം 8-ാം അധ്യായം 7, 8 വചനം. നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. വിപുലമായ അനുഭവ ജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കാത്തകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെ ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. ഏറ്റവും വലിയ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് ജീവിതം മുഴുവൻ കൊടുക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, എളിമയെ ജീവിക്കുന്ന മക്കൾക്ക് ജ്ഞാനം കിട്ടും. എളിമയും വിശുദ്ധിയും വേണം, അതൊക്കെ ജ്ഞാനം കിട്ടുള്ളൂ. നല്ല എളിമ. പിന്നെ ഈശോയിലുള്ള വിശ്വാസം വേണം. വചനം വായിക്കണം. വചനം മുഴുവൻ ജ്ഞാനമാണ്. ശരിക്കും ബൈബിൾ ഓരോ വചനത്തിനും ദൈവിക ജ്ഞാനം കുടിയിരിപ്പുണ്ട്. അത് കിട്ടണം. അത് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്രീഡം, ലിബറേഷൻ കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. തിന്മയുടെ ശക്തികളൊന്നും പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല. കാരണം ജ്ഞാനമുള്ളൊരു വ്യക്തി അടുത്ത് തിന്മയുടെ ശക്തി, പോഷൻ്റെ അടുത്താണ് തിന്മയുടെ ശക്തി മുഴുവൻ കുന്നുകൂടും. പോഷൻ്റെ ദൈവകൽപ്പന ലംഘിക്കുകയും പാപത്തിൻ്റെ മാർഗത്തിൽ പോവുകയും
അങ്ങനെയുള്ള ലോകസുഖങ്ങൾ അവൻ പോഷനാണ്. അപ്പം അവൻ്റെ കൂടെയാണ് തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നത്. ജ്ഞാനിയുടെ കൂടെ ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. ഈശോയിലെ ജ്ഞാനം അതിൻ്റെ പൂർണ്ണതയിൽ കാണാം. അത് അപ്പസ്തോലന്മാർക്കെല്ലാം പകർന്നു കാണാം. പരിശുദ്ധ അമ്മയിൽ അതിശക്തമായ ദൈവിക ജ്ഞാനം കാണാം. ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇന്ന ദിവസം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ